ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ RRB PO ആൻഡ് ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് മെയിൻസ് ആണ്. പ്രിലിംസ് എന്ന് പറയുന്നത് മെയിൻസിലേക്കുള്ള ഒരു കടമ്പ മാത്രമാണ്. നമുക്ക് പ്രിലിംസിന്റെ മാർക്ക് ഫൈനൽ സെലക്ഷനിൽ എടുക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മെയിൻസിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ സെലക്ഷൻ. അതുകൊണ്ട് തന്നെ മെയിൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളുടെ മെയിൻസ് ഇങ്ങ് എത്തിപ്പോയി. എന്നാ നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളുടെ എക്സാം POയുടെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 29-നും അതേപോലെ തന്നെ ക്ലർക്കിന്റെ എന്ന് പറയുന്നത് ഒക്ടോബർ 6-നുമാണ്. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. വളരെ അടുപ്പിച്ച് തന്നെയാണ് ക്ലർക്കിന്റെയും POയുടെയും മെയിൻസിന്റെ എക്സാം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ IBPS ക്ലർക്കിന്റെയും മെയിൻസ് എക്സാം ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ എല്ലാം എന്താണ്, സിലബസ് സെയിം ആണ് അല്ലെ. PO ആയിക്കോട്ടെ ക്ലർക്ക് ആയിക്കോട്ടെ രണ്ടിന്റെയും സിലബസ് സെയിം ആണ്. ചോദിക്കുന്ന ചോദ്യത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ മെയിൻസിന് അത്രയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ റീസണിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻസിൽ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ RRBയുടെ എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. നമുക്കറിയാം ഈ വർഷം മുതൽ നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിലിംസിനും നമുക്ക് ആ ഒരു സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം മെയിൻസിനും സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ. റീസണിങ്ങിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 50 ആണ്. അത് നമുക്ക് എത്ര മിനിറ്റാ കിട്ടുക? 30 മിനിറ്റ് സമയമാണ് നമുക്ക് റീസണിങ്ങിന് വേണ്ടിയിട്ട് കിട്ടുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും? 40 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സിന് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അതിനാകെ നമുക്ക് 15 മിനിറ്റ് സമയം മാത്രമാണ് കിട്ടുന്നത്. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി, നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതിനും 40 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അതിനും നമുക്ക് എത്ര മിനിറ്റേ ഉള്ളൂ? 30 മിനിറ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് QAയ്ക്കും റീസണിങ്ങിനും 40 ക്വസ്റ്റ്യൻസിന് നമുക്ക് അരമണിക്കൂർ സമയം മാത്രമാണ് കിട്ടുക. ഇംഗ്ലീഷിനോ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അതിനും എത്ര മിനിറ്റ് ആണ്? 30 മിനിറ്റ് സമയമാണ് കിട്ടുക. സെപ്പറേറ്റ് കമ്പ്യൂട്ടറിന്റെ ഒരു പേപ്പർ ഉണ്ടാകും നമുക്ക്. അതിന് 20 മാർക്കേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻസിന് അര മാർക്ക് വെച്ചിട്ടാണ്. സോ അതിന് നമുക്ക് ടോട്ടൽ ടൈം എത്രയാണ്? 15 മിനിറ്റ്. ഓക്കെ. അങ്ങനെ ടോട്ടൽ എത്രയാണ്? നമുക്ക് 2 മണിക്കൂറാണ് സമയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു PO ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും നമുക്ക് ഈ സെയിം പാറ്റേണിലായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ 2 മണിക്കൂർ ഒരുമിച്ചായിരുന്നു നമ്മളായിരുന്നു ടൈം അവിടെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഈ വർഷം അങ്ങനെയല്ല, നമുക്ക് സെപ്പറേറ്റ് ടൈമിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതെല്ലാവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇൻഫോം ചെയ്തതാണ്. ഇനി നമുക്ക് നമ്മളുടെ റീസണിങ്ങിലേക്ക് വരാം. നമ്മളുടെ മെയിൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീസണിങ്ങിൽ പഠിക്കാനുള്ളത്? നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും റീസണിങ്ങിനെ 2 സെക്ഷനാക്കി എപ്പോഴും തരംതിരിച്ച് പറയാറുണ്ട്. ഒന്ന് മിസ്ലേനിയസ് സെക്ഷൻ എന്നും ഒന്ന് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെക്ഷനും. നിങ്ങൾക്കറിയാം നമ്മളുടെ റീസണിങ്ങിലെ രാജാവാണ് ശരിക്കും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക്, 50% കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്കാണ് നമ്മളുടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളെ മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കി ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിസ്ലേനിയസ് വേണ്ടെന്നാണോ? അല്ല. മിസ്ലേനിയസിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഓവറോൾ നമ്മളുടെ മാർക്ക് കൂടത്തുള്ളൂ. അപ്പൊ മിസ്ലേനിയസ് സെക്ഷൻസിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെക്ഷനിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? ആദ്യം ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ള കാര്യം പറയാം. എന്നിട്ട് പറയാം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, നമുക്ക് മിസ്ലേനിയസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? നമുക്ക് പ്രിലിംസിൽ മിസ്ലേനിയസ് ഏതൊക്കെ ടോപ്പിക് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഡയറക്ഷൻ ടെസ്റ്റ്, ആൽഫ ന്യൂമറിക് സീരീസ്, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാളിറ്റി, സിലോജിസം, കോഡിംഗ് ഡീകോഡിംഗ്. ഈ 6 ടോപ്പിക്കാണ് മിസ്ലേനിയസിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 15ഓ 17ഓ മാർക്കിന് നമുക്ക് ഈ മിസ്ലേനിയസ് ടോപ്പിക്സിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതെല്ലാം തന്നെ നമുക്ക് മെയിൻസിനുണ്ട്. പക്ഷേ അത് ബേസിക് ഡയറക്ഷൻ ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിലിംസിൽ ചോദിക്കുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ അത് എന്താകും? കോഡഡ് ഡയറക്ഷൻ ആകും. അതേപോലെ തന്നെ ബ്ലഡ് റിലേഷൻ, സാധാ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് പേഴ്സൺസ് കൂടുതലും ഇച്ചിരും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെയിൻസിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കോഡഡ് ബ്ലഡ് റിലേഷനും ചോദിക്കാറുണ്ട്. ബ്ലഡ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്ലഡ് റിലേഷൻ ഒറ്റയ്ക്കല്ല വരുന്നത്, പസിലുമായിട്ട് കൂടി ചേർന്ന് വരും. ബ്ലഡ് റിലേഷൻ പസിൽസ് എന്ന് തന്നെ സെപ്പറേറ്റ് ഒരു പസിലുണ്ട്. അത് ഞാൻ പസിൽസ് പറയുമ്പോൾ പറയാം. ഇനി അതേപോലെ തന്നെ സിലോജിസം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു പ്രിലിംസിന്. മെയിൻസിനും ഇമ്പോർട്ടന്റ് ആണ്. അത് കോഡഡ് സിലോജിസവും അതേപോലെ തന്നെ റിവേഴ്സ് സിലോജിസവും എക്സാമിന് ചോദിക്കാറുണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ കോഡിംഗ് ഡീകോഡിംഗ്, ചൈനീസ് കോഡിംഗ് ആണ് നമുക്ക് പ്രിലിംസിനുള്ളതെങ്കിൽ മെയിൻസിന് ചൈനീസ് കോഡിംഗ് അല്ല ചോദിക്കുക. മെയിൻസ് ലെവൽ കോഡിംഗ് ഡീകോഡിംഗ് സെപ്പറേറ്റ് ഉണ്ട്. അത് തന്നെ പല ടൈപ്പ് ഓഫ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ സെപ്പറേറ്റ് തരാം. അതേപോലെ തന്നെ ആൽഫ ന്യൂമറിക് സീരീസ് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് അല്ലേ ആൽഫ ന്യൂമറിക് സീരീസ്. പക്ഷേ ആ ആൽഫ ന്യൂമറിക് സീരീസും ഒറ്റയ്ക്കല്ല മെയിൻസിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ടൊക്കെ അങ്ങ് കൂടിച്ചേർന്ന് ഡിഫറെന്റ് ലെവലിലുള്ള ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസുമായിട്ട് ആൽഫ ന്യൂമറിക് സീരീസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. എല്ലാവർക്കും അയ്യോ ഇച്ചിരി പേടി, അയ്യോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാ. ഒന്നും ഇല്ലെന്നേ, നമ്മൾ അതാത് ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മിക്സഡ് ടൈപ്പ് ഉണ്ട്, ലെറ്റേഴ്സ് മാത്രം ഉള്ളതുണ്ട്, നമ്പറും വേർഡ്സും കൂടെ മിക്സ് ചെയ്ത് വരുന്നതുണ്ട്, നമ്പേഴ്സ് മാത്രമുള്ളതുണ്ട്. ഇതെല്ലാ ടൈപ്പും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. എളുപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ എളുപ്പമെന്നല്ല, പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ പാടാം. അടുത്തതോ ഡേറ്റ സഫിഷ്യൻസി. തന്നിരിക്കുന്ന ഡേറ്റ സഫിഷ്യൻ്റ് ആണോ? ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ പറയാൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡേറ്റ സഫിഷ്യൻസി. അത് ഏത് ടോപ്പിക്കിൽ നിന്നും ചോദിക്കാം. ഡയറക്ഷൻ ടെസ്റ്റിൽ നിന്ന് ചോദിക്കാം, ബ്ലഡ് റിലേഷനിൽ നിന്ന് ചോദിക്കാം, പസിൽസിൽ നിന്ന് ചോദിക്കാം, സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് ചോദിക്കാം. ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളോട് എന്ത് ചോദിക്കാം? ഡേറ്റ സഫിഷ്യൻസിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തോ ഈ കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി അത് നമുക്ക് ന്യൂ പാറ്റേണിൽ പെടുത്താം. പല രീതിയിൽ ചോദിക്കും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എന്താണ് കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതേപോലെ തന്നെ ബൈനറി കോഡിംഗ് ഒരു സമയത്ത് നമ്മളുടെ മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. SBI ക്ലർക്ക് മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ് ബൈനറി കോഡിംഗ്. ക്രിട്ടിക്കൽ റീസണിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ നമുക്ക് ഇച്ചിരി അത്യാവശ്യം ലോജിക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. അപ്പൊ ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിട്ടിക്കൽ തിങ്കർ ആണോ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ടോ, ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്രിട്ടിക്കൽ റീസണിങ്ങിൽ വരിക. എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇൻഫറൻസ്, കോഡ്സ് ഓഫ് ആക്ഷൻ, കോസ് ആൻഡ് എഫക്റ്റ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷനിൽ നിന്ന് ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ക്ലർക്കിന്റെ എക്സാമിന്. കഴിഞ്ഞ പ്രാവശ്യം IBPS ക്ലർക്കിന് 11 ക്വസ്റ്റ്യൻസ് ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷനിൽ നിന്നുണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്യുന്നവരോടാണ്. അപ്പൊ ഞാൻ പറയാം, ക്ലർക്ക് ആണെങ്കിൽ PO ആണെങ്കിൽ എന്താണ് മിസ്ലേനിയസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നമ്മുടെ മാരത്തോൺ പോകുമ്പോഴും ഞാനിവിടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം നിങ്ങൾ ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കണം. എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയാമോ? നമുക്ക് എല്ലാ എക്സാംസിനും ഒരു ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് നമ്മൾ എല്ലാ ടൈപ്പും ഇതുവരെ ചോദിച്ച എല്ലാ ടൈപ്പും മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോകുക. അവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, എസ്പെഷ്യലി POയുടെ കേസിൽ. അപ്പോൾ അന്നേരം നമ്മൾ പാനിക് ആകാൻ പാടില്ല. നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയുമാണ് മിസ്ലേനിയസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒഴികെ നമ്മളുടെ മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ് ഇത് കംപ്ലീറ്റ്. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 എക്സാമോ ഉള്ളത്. PO എക്സാമും ഉണ്ട്, നമുക്ക് ക്ലർക്ക് എക്സാമും ഉണ്ട് അല്ലെ. ക്ലർക്ക് എക്സാമിനാണ് മിസ്ലേനിയസിന്റെ എണ്ണം കൂടുതൽ ചോദിക്കുന്നത്. ക്ലർക്ക് എക്സാമിനാണ് എന്ന് പറഞ്ഞാൽ POയ്ക്ക് ചോദിക്കില്ല എന്നല്ല, ക്ലർക്കിലാണ് മിസ്ലേനിയസ് ടോപ്പിക്, അതായത് ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് ക്ലർക്ക് എക്സാമിനാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ PO എക്സാമിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിസ്ലേനിയസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ക്ലർക്ക് നിങ്ങൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിക്കോ. മിസ്ലേനിയസിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അവിടെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇല്ല എന്നല്ല, മിസ്ലേനിയസിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് POയും ക്ലർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ ചോദിക്കുന്നത് എവിടെയാണ്? ക്ലർക്കിലാണ് കൂടുതൽ ചോദിക്കുക. POയ്ക്കകത്തിലും വരും, പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തുണ്ടായിരിക്കും? ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, മെയിൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുമെന്നല്ല, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ ചെയ്യരുതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാകേണ്ടത്. ഈ ചെയ്യേണ്ടത് ഏതാ, ചെയ്യണ്ടാത്തത് ഏതാ, എങ്ങനെ തിരിച്ചറിയാം?
അതിന് വേണം പ്രാക്ടീസ്. ഓരോ ടൈപ്പും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ മിസ്ലേനിയസിലെ ഓരോ ടൈപ്പും എല്ലാം നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. എന്താ കോഡഡ് ഡയറക്ഷൻ, എന്താ കോഡഡ് ബ്ലഡ് റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് റിവേഴ്സ് സിലോജിസം, എന്താണ് കോഡഡ് സിലോജിസം, എന്താണ് കണ്ടീഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, എന്താണ് ഡേറ്റ സഫിഷ്യൻസി, ഇതൊക്കെ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും പ്രാക്ടീസ് ആണ്. ബാങ്കിങ് എക്സാം ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഓരോ ടൈപ്പും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസം എത്ര ക്വസ്റ്റ്യൻസ് വീതമൊക്കെ പ്രാക്ടീസ് ചെയ്യണം പറയാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മിസ്ലേനിയസിനകത്തിലുള്ളത്. അടുത്തത് നമുക്ക് എന്തിലേക്ക് വരാം? നമ്മളുടെ പസിൽസിലേക്ക് വരാം. നമ്മളുടെ രാജാവാണ് അല്ലേ, നമ്മളെ കൺഫ്യൂസ് ആക്കുന്നത് എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പസിൽസ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ കൺഫ്യൂസ് ആക്കി തന്നെയാണ് നമുക്ക് മെയിൻസ് ലെവലിൽ എന്ത് വരിക? ക്വസ്റ്റ്യൻസ് വരിക. ചില പസിൽസ് നമുക്ക് അടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്ത് നമ്മൾ അല്ലാതെ വീട്ടിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേ സമയം എടുത്തൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷേ നമുക്ക് എക്സാം ടൈമിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന പസിൽസ് ഏതാണ്, അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യേണ്ട പസിൽ ഏതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അതേപോലെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പ്രിലിംസിൽ പറയുന്ന ബോക്സ് ബേസ്ഡ് പസിൽ, ഫ്ലോർ ബേസ്ഡ് പസിൽ, മന്ത്, ഓർഡർ ആൻഡ് റാങ്കിംഗ് ബേസ്ഡ് പസിൽ, ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിൽ, പ്രൊഫഷൻ ആൻഡ് ഡെസിഗ്നേഷൻ പസിൽ, ഏജ് ബേസ്ഡ് പസിൽ, ടാബ്ലർ പസിൽ, ബ്ലഡ് റിലേഷൻ പസിൽ, ഈ എല്ലാ പസിൽസും ഇല്ലേ, ഇപ്പൊ നമ്മൾ പ്രിലിംസിൽ ഈ ആദ്യം പറഞ്ഞ എല്ലാ ടൈപ്പും പ്രിലിംസിലുണ്ട്. പക്ഷെ അവിടെ പി ഒ ആണെങ്കിൽ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ക്ലർക്ക് ആണെങ്കിൽ എന്താ 1 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇതാണ് പ്രിലിംസിന്റെ കേസ്. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ 2 വേരിയബിളോ 1 വേരിയബിളോ ഒന്നും അല്ല, നമുക്ക് 3 വേരിയബിൾ ഓർ 4 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നല്ല ലെവലാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടാം, എങ്കിലും കൂടുതലും 3 വേരിയബിൾ ആൻഡ് 4 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ ഇത് മാത്രമല്ല, ഇവരാരും ഒറ്റയ്ക്കല്ല മെജോറിറ്റി സമയത്തും ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്ലഡ് റിലേഷൻ ഇല്ലേ, ബ്ലഡ് റിലേഷനും സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടെ അങ്ങ് ജോയിൻ ചെയ്യും. അതായത് കോമ്പിനേഷൻ പസിൽസ് ഒരുപാട് ചോദിക്കാറുണ്ട്. നമുക്ക് പ്രിലിംസിന് സ്പീഡാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ആണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രിലിംസിൽ കുറേ അധികം പോസിബിലിറ്റി ഇട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല മെയിൻസിലേക്ക് വരുമ്പോൾ. ഓരോ ടൈപ്പ് പസിലും കണ്ടീഷൻസ് എങ്ങനെ എഴുതണം, എങ്ങനെ മെർജ് ചെയ്യണം, പോസിബിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് മെയിൻസിന് വരാറുണ്ട്. നിങ്ങൾക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് IBPS PO ആയിക്കോട്ടെ, SBI PO ആയിക്കോട്ടെ, RRB PO ആയിക്കോട്ടെ, ഹൈ ലെവൽ പസിൽസ് ഈ PO എക്സാംസിന് എല്ലാം ചോദിക്കാറുണ്ട്. അപ്പം പറയും ഞങ്ങൾക്ക് PO വേണ്ട, ക്ലർക്ക് മതി. അങ്ങനെയല്ല, നമ്മൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ട്. നമ്മുടെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് അത് തന്നെ വേക്കൻറ്റ് സീറ്റ് ബേസ്ഡ് ചോദിക്കും. വേക്കൻറ്റ് സീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം, വേക്കൻറ്റ് സീറ്റ് വരാം, അൺസർട്ടൈൻ ബേസ്ഡ് വരാം, എല്ലാ ടൈപ്പും. അതേപോലെ തന്നെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിലും വരാം. ദെൻ സ്ക്വയർ സീറ്റിംഗ്, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ, പാരലൽ ആൻഡ് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ. കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്തുവാ? കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ കോമ്പിനേഷൻ നമുക്ക് ചോദിക്കാം. അതായത് ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഓക്കെ, ഇതിന്റെ അകത്തിലെ ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരു ടൈപ്പാണ്. അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊരു ടൈപ്പാണ്. ഇവിടെ തന്നെ പേഴ്സൺസ് ഇരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പേഴ്സൺസ് ഫേസിംഗ് ടുവേർഡ്സ് ദി സെന്റർ എന്ന് പറയാം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇവിടെ ഇരിക്കുന്ന പേഴ്സൺ ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ പറയാം. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പേഴ്സൺസ് വേണമെങ്കിൽ ഫേസിംഗ് അവേ ഫ്രം ദി സെന്റർ പറയാം. ഇത് ഞാനൊരു എക്സാമ്പിൾ, ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇതേപോലെ പല തരത്തില് നമുക്ക് എന്ത് ചോദിക്കും, കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റും ബ്ലഡ് റിലേഷനോടെ മിക്സ് ചെയ്ത് വരാറുണ്ട്. എല്ലാ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസും ഓർഡർ ആൻഡ് റാങ്കിംഗ് ക്വസ്റ്റ്യൻസും ഒക്കെ ബ്ലഡ് റിലേഷനുമായിട്ട് മിക്സ് ചെയ്ത് വരാറുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ഇല്ലാതെ ആദ്യമായിട്ട് നമ്മൾ എക്സാമിന് ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഏതോ ലോകത്ത് ചെന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതെല്ലാമാണ് അസ് എ ഹോൾ മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. മെയിൻസ് റീസണിങ്ങിന് ഹെഡിങ് കൊടുക്കുക. ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എന്നിട്ട് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെ, എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം? ഒരു കാര്യം ഞാൻ പറയാം. മെയിൻസ് ലെവൽ പസിൽസ് ഉണ്ടല്ലോ, ഈ മെയിൻസ് ലെവൽ പസിൽ എന്ന് പറഞ്ഞാൽ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടെ ഒരുമിച്ച്. ഈ മെയിൻസ് ലെവൽ പസിലും ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റും നിങ്ങൾ ഡെയിലി ബേസിസിൽ, ഇനിയിപ്പം അടുപ്പിച്ചാണല്ലോ എക്സാം, നമുക്ക് സെപ്റ്റംബർ 29 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു ഹൈ ലെവൽ പസിൽസ് 2 എണ്ണം ചെയ്യുക.
അത് ഒന്ന് പസിൽ ചെയ്താൽ ഒന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തോ. ഓക്കെ, അപ്പം ഹൈ ലെവൽ പസിൽസ് എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. കാരണം നമ്മുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് അല്ല, നല്ല ലെവലുള്ള മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ മിസ്ലേനിയസ് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ വേണ്ട ഈ മിസ്ലേനിയസ് പറഞ്ഞില്ലേ, ഇതിലെ ഓരോ ടൈപ്പും ഓരോ ദിവസം ചെയ്യാം. പക്ഷെ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാ ദിവസവും ഒരെണ്ണം ചെയ്യണം. കാരണം ഇൻപുട്ട് ഔട്ട്പുട്ട് ഷുവർ ആണ്, ബാക്കിയുള്ളത് എല്ലാം കൂടെ ചോദിക്കത്തില്ല. കാരണം ആകെ നമുക്ക് 40 മാർക്കല്ലേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കാം. പക്ഷെ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിലും ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഹൈ ലെവൽ പസിൽസും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽസ് എന്ന് പറയുന്നത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ഹൈ ലെവൽ പസിൽസ് ചെയ്യണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഓരോ മിസ്ലീനിയസ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ ദിവസം നിങ്ങൾ കോഡഡ് ഡയറക്ഷൻ ചെയ്തെങ്കിൽ അടുത്ത ദിവസം കോഡഡ് ബ്ലഡ് റിലേഷൻ ചെയ്യാം, അടുത്ത ദിവസം കോഡഡ് ഇൻഇക്വാളിറ്റി ചെയ്യാം. അങ്ങനെ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ചിലത് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ചിലർ ചോദിക്കും, ഇത്രയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചെയ്യത്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇത് പ്രാക്ടീസ് ചെയ്യുന്നേ? അത് മണ്ടത്തരമാണ്. എക്സാമിന് ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണ്ടേ? അതിന് പറ്റണമെങ്കിൽ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീസണിങ്ങിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. റീസണിങ് വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റീസണിങ് നല്ല ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബാങ്ക് എക്സാമിനാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റ് ആക്കാം നമുക്ക് റീസണിങ്. ഓക്കെ, നിങ്ങൾക്ക് ആ റീസണിങ്ങിന് എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെയിൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ റീസണിങ് സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഇപ്പം നമ്മുടെ സൈലം ബാങ്കിങ്ങിൽ നമ്മുടെ അച്ചീവേഴ്സ് ബാച്ച് ഇപ്പോഴും അഡ്മിഷൻ അവസാനിച്ചിട്ടില്ല. നമ്മുടെ അച്ചീവേഴ്സ് ബാച്ചിൽ നമ്മുടെ പ്രിലിംസിന്റെ കംപ്ലീറ്റ് ടോപ്പിക് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മെയിൻസിലേക്ക് കയറിയേക്കാണ്. നിങ്ങൾക്ക് മെയിൻസ് പഠിക്കാം. ഇപ്പം മെയിൻസിന്റെ ക്ലാസ്സസ് ആണ് കറന്റ്ലി നടക്കുന്നത്. പ്രിലിംസ് എല്ലാം കഴിഞ്ഞ് പ്രിലിംസിന്റെ പ്രാക്ടീസ് സെറ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞ് നമ്മൾ മെയിൻസിലേക്ക് കയറിയേക്കാണ്. എല്ലാ ടോപ്പിക്കും, അതായത് മെയിൻസിലെ റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ചീവേഴ്സ് ബാച്ചിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രിലിംസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് കിട്ടുന്നതായിരിക്കും. ഇതുവരെ എത്ര ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസും ഡെയിലി പ്രാക്ടീസ് പേപ്പറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് മെയിൻസ് മാത്രം മതി, പ്രിലിംസ് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ മെയിൻസ് ബൂസ്റ്റർ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻസ് ബൂസ്റ്റർ ബാച്ചിലും ഇതേപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആയിട്ടില്ല. മെയിൻസിലും കുറേ അധികം ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ്, ഇപ്പോൾ പറഞ്ഞല്ലോ കോഡഡ് ഡയറക്ഷൻ ആയിക്കോട്ടെ, കോഡഡ് ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, സിലോജിസം, അത് തന്നെ റിവേഴ്സ് സിലോജിസം, എല്ലാം നമ്മൾ മെയിൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോഴും പ്രാക്ടീസ് സെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈ ലെവൽ പസിൽസിന്റെ. സോ നിങ്ങൾക്ക് റീസണിങ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് ബൂസ്റ്റർ ബാച്ചിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റീസണിങ് വിത്ത് അഞ്ജു എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് റീസണിങ് വിത്ത് അഞ്ജു കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡെയിലി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ടെലഗ്രാമിലൂടെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളുക. ഒട്ടും സമയം കളയാതെ ഇരിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.